ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ മേഖലകൾ 2047ഓടെ രാജ്യവികസനത്തിൽ പ്രധാന പങ്കുവഹിക്കുമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഇന്ത്യൻ പീനൽ കോഡിന് പകരമായി 3 ക്രിമിനൽ നിയമ ബില്ലുകൾ ലോക്സഭ പാസാക്കി. പുതിയ കോവിഡ് വകഭേദത്തിനെതിരെ ജാഗ്രത കർശനമാക്കണമെന്ന് സംസ്ഥാനങ്ങളോട് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലെത്തിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്ര കേരളത്തിൽ പുരോഗമിക്കുന്നു. കുടിയേറ്റ നയം കർശനമാക്കി ഫ്രഞ്ച് പാർലമെന്റ്. ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള മൂന്നാമത്തെയും അവസാനത്തെയും ഏകദിന ക്രിക്കറ്റ് മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ മേഖലകൾ 2047ഓടെ രാജ്യവികസനത്തിൽ പ്രധാന പങ്ക് വഹിക്കുമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. സെക്കന്ദരാബാദിൽ MNR വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകൾക്കും അടിച്ചമർത്തപ്പെട്ടവർക്കും മുൻഗണന നൽകണം. ഗ്രാമീണ മേഖലകൾക്കും സേവനങ്ങൾ എത്തിക്കുന്നതിന്റെ ആവശ്യകതയും ശ്രീമതി ദ്രൌപദി മുർമു എടുത്തു പറഞ്ഞു. ഇന്ത്യൻ പീനൽ കോഡിന് പകരമായി 3 ക്രിമിനൽ നിയമ ബില്ലുകൾ ലോക്സഭ പാസാക്കി. ഭാരതീയ ന്യായ സംഹിത 2 ബിൽ, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2 ബിൽ, ഭാരതീയ സാക്ഷ്യ ബിൽ 2 എന്നിവയാണ് ലോക്സഭ പാസാക്കിയത്. വേഗത്തിൽ നീതി ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്നതാണ് ബില്ലുകളെന്നും നിലവിലുള്ള ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയിൽ ഇത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. വിശദാംശങ്ങളിലേക്ക്. ഇന്ത്യയിലെ ക്രിമിനൽ കുറ്റം സംബന്ധിച്ച പ്രധാന നിയമമായ 1860 ഇന്ത്യൻ ശിക്ഷാ നിയമം IPCക്ക് പകരമുള്ളതാണ് ഭാരതീയ ന്യായ സംഹിത 2 ബിൽ. ശിക്ഷയുടെ ഭാഗമായി സാമൂഹിക സേവനം കൊണ്ടുവന്നിരിക്കുകയാണ് പുതിയ ബില്ലിലൂടെ. 2023 ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2 ബിൽ 1973 ക്രിമിനൽ നടപടിച്ചട്ടം CRPCക്ക് പകരമുള്ളതാണ്. അറസ്റ്റ്, പ്രോസിക്യൂഷൻ, ജാമ്യം എന്നിവയ്ക്കുള്ള നടപടിക്രമങ്ങളാണ് CRPCയിലുള്ളത്. ഭാരതീയ സാക്ഷ്യ 2 ബിൽ 2023 ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 പകരമാണ്. ഈ നിയമം ഇന്ത്യൻ കോടതികളിലെ തെളിവുകളുടെ സ്വീകാര്യതയെ നിയന്ത്രിക്കുന്നതാണ്. എല്ലാ സിവിൽ, ക്രിമിനൽ നടപടികൾക്കും ഇത് ബാധകമാണ്. FIR മുതൽ വിധി പ്രസ്താവം വരെയുള്ള മുഴുവൻ പ്രക്രിയയും ഡിജിറ്റൈസ് ചെയ്യാനും ഈ ബില്ലിൽ വ്യവസ്ഥയുണ്ട്. വിപുലമായ ചർച്ചകൾക്ക് ശേഷമാണ് ബില്ലുകൾക്ക് അന്തിമ രൂപം നൽകിയതെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ പറഞ്ഞു. സ്ത്രീകൾക്കും കുട്ടികൾക്കും മുൻഗണന നൽകുന്ന തരത്തിൽ ഭരണഘടന അനുശാസിക്കുന്ന നിയമങ്ങൾ അനുസരിച്ചാണ് ബിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് ശ്രീ അമിത്ഷാ പറഞ്ഞു. 2023 ടെലികമ്മ്യൂണിക്കേഷൻ ബില്ലും ഭേദഗതികളോടെ ലോക്സഭ പാസാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേന്ദ്ര ചരക്കു സേവന നികുതി 2ാം ഭേദഗതി ബില്ലും നികുതി പ്രൊവിഷണൽ കളക്ഷൻ ബില്ലും പാർലമെന്റ് പാസാക്കി. ലോക്സഭ നേരത്തെ പാസാക്കിയ ബില്ലുകൾ രാജ്യസഭയും ഇന്നലെ അംഗീകരിച്ചു. പുതിയ കോവിഡ് വകഭേദത്തിനെതിരെ ജാഗ്രത കർശനമാക്കണമെന്ന് സംസ്ഥാനങ്ങളോട് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ കോവിഡ് കേസുകൾ ഉയരുന്ന സാഹചര്യത്തിൽ വിളിച്ചുചേർത്ത ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോവിഡ് പ്രതിരോധത്തിനായി കേന്ദ്രവും സംസ്ഥാനങ്ങളും യോജിച്ച് പ്രവർത്തിക്കണം. കേരളത്തിൽ നിന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിലെ ആരോഗ്യമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുത്തു. കേരളത്തിൽ 2000ഓളം സജീവ കോവിഡ് കേസുകളാണ് ഇപ്പോൾ ഉള്ളത്. മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗിലും കോവിഡിന്റെ പുതിയ വകഭേദം കണ്ടെത്തിയിട്ടുണ്ട്. കേന്ദ്ര പദ്ധതികൾ ജനസമക്ഷം അവതരിപ്പിച്ച് വികസിത് സങ്കൽപ് യാത്രയുടെ കേരളത്തിലെ പര്യടനം പുരോഗമിക്കുന്നു. ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ പോത്തൻകോട്, അണ്ടൂർക്കോണം, കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ, ശൂരനാട്, മലപ്പുറം ബ്ലോക്കിലെ മൂർക്കനാട്, പുഴക്കാട്ടീരി, കാസർഗോഡ് ജില്ലയിലെ പള്ളിക്കര എന്നിവിടങ്ങളിൽ വികസിത് ഭാരത് സങ്കൽപ് യാത്ര എത്തും. കണ്ണൂർ ജില്ലയിലെ നഗരപ്രദേശങ്ങളിൽ വികസിത് ഭാരത് സങ്കൽപ് യാത്ര ഇന്ന് പര്യടനം ആരംഭിക്കും. വികസിത് ഭാരത് സങ്കൽപ് യാത്ര ഇന്ന് എറണാകുളം ജില്ലയിൽ പായിപ്ര, വാളകം എന്നീ ഗ്രാമപഞ്ചായത്തുകളിൽ പര്യടനം നടത്തും. പാലക്കാട് ജില്ലയിലെ വികസിത് ഭാരത് സങ്കൽപ് യാത്രകൾ ഇന്ന് ഏലവഞ്ചേരി, മേലാർക്കോട് പഞ്ചായത്തുകളിലും ഒറ്റപ്പാലം, ഷൊർണൂർ നഗരസഭകളിലും പര്യടനം നടത്തും. കുടിയേറ്റ നയം കർശനമാക്കുന്ന നിയമം ഫ്രഞ്ച് പാർലമെന്റ് പാസാക്കി. പുതിയ നിയമം കുടിയേറ്റക്കാർക്ക് കുടുംബാംഗങ്ങളെ ഫ്രാൻസിലേക്ക് കൊണ്ടുവരുന്നത് കൂടുതൽ പ്രയാസകരമാക്കുകയും ക്ഷേമ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് കാലതാമസം വരുത്തുകയും ചെയ്യും. പ്രായപൂർത്തിയാകാത്തവരെ തടങ്കൽ കേന്ദ്രങ്ങളിൽ പാർപ്പിക്കുന്നതും നിരോധിച്ചു. യൂറോപ്യൻ യൂണിയൻ സർക്കാരുകളും യൂറോപ്യൻ പാർലമെന്റ് അംഗങ്ങളും പിന്തുണയ്ക്കുന്ന ഈ നിയമത്തിൽ അതിർത്തി തടങ്കൽ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനും അഭയാർത്ഥികളെ വേഗത്തിൽ നാടുകടത്തുന്നതിനും വ്യവസ്ഥയുണ്ട്. എന്നാൽ മനുഷ്യാവകാശ സംഘടനകൾ ഫ്രഞ്ച് പാർലമെന്റ് പാസാക്കിയ നിയമത്തിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തി. ദീർഘകാലമായി ഫ്രാൻസിൽ കഴിയുന്ന വിദേശികളുടെ അവകാശങ്ങൾക്കും ജീവിത സാഹചര്യങ്ങൾക്കും പ്രതിസന്ധി സൃഷ്ടിക്കുന്നതാണ് കഴിഞ്ഞ 40 വർഷത്തിനിടെ കൊണ്ടുവന്ന ഈ നിയമമെന്ന് മനുഷ്യാവകാശ സംഘടനകൾ പ്രതികരിച്ചു.
കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി വാണിജ്യ കൽക്കരി ഖനി ലേലത്തിന്റെ 9ാം റൌണ്ടിന് ഇന്നലെ ന്യൂഡൽഹിയിൽ തുടക്കം കുറിച്ചു. ഈ റൌണ്ടിൽ 26 കൽക്കരി ഖനികളാണ് ഉൾപ്പെടുത്തുന്നതെന്ന് സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. 2030ഓടെ രാജ്യത്തെ മൊത്തം വൈദ്യുതി ഉപഭോഗം ഇരട്ടിയാകുമെന്ന് പറഞ്ഞ മന്ത്രി സുസ്ഥിരത കണക്കിലെടുത്ത് ഊർജ്ജ സുരക്ഷയ്ക്ക് ഊന്നൽ നൽകിയാണ് സംസാരിച്ചത്. ഇന്ത്യ നേപ്പാൾ സാമ്പത്തിക സഹകരണ ഉച്ചകോടി 2023 നേപ്പാളിലെ ബിർഗഞ്ചിൽ തുടക്കമായി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സാമ്പത്തിക സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ഏകദിന ഉച്ചകോടിയുടെ ലക്ഷ്യം. നേപ്പാളിലെ കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യയും ബിർഗഞ്ച് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. തമിഴ്നാട്ടിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. വെള്ളപ്പൊക്കത്തിൽ കുടുങ്ങിയ ആളുകളെ ഹെലികോപ്റ്ററുകളും ബോട്ടുകളും ഉപയോഗിച്ച് രക്ഷപ്പെടുത്തുന്നതിനുള്ള ശ്രമം തുടരുകയാണ്. വെള്ളം പമ്പ് ചെയ്യുന്നതിനുള്ള നടപടികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുന്നു. കര, നാവിക, വ്യോമസേനകളിലെ ഉദ്യോഗസ്ഥരുമായി തമിഴ്നാട് ഗവർണർ RN രവി കൂടിക്കാഴ്ച നടത്തി. കുവൈത്തിന്റെ പുതിയ ആമീറായി ചുമതലയേറ്റ ഷെയ്ഖ് മിഷൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഭാവിയിൽ ഇന്ത്യ കുവൈറ്റ് ബന്ധം ശക്തമാകുമെന്നും ഇത് മിഡിൽ ഈസ്റ്റിലെ ഇന്ത്യൻ സമൂഹത്തെ അഭിവൃദ്ധിപ്പെടുത്തുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. പഞ്ചാബിൽ ശീതതരംഗം രൂക്ഷമായി തുടരുന്നു. സംസ്ഥാനത്തുടനീളം കനത്ത മൂടൽമഞ്ഞിന് സാധ്യതയുള്ളതിനാൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. പഞ്ചാബിലെ മിക്ക നഗരങ്ങളിലും കുറഞ്ഞ താപനില 3 മുതൽ 7 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് രേഖപ്പെടുത്തിയത്. കൂടിയ താപനില 20 മുതൽ 23 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. ഈ മാസം 23 വരെ ഇത് തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ പ്രഖ്യാപിച്ചു. 24 ഭാഷകളിലെ രചനകൾക്കാണ് പുരസ്കാരം. 9 കവിതാ പുസ്തകങ്ങൾ, 6 നോവലുകൾ, 5 ചെറുകഥാ സമാഹാരങ്ങൾ, 3 ഉപന്യാസങ്ങൾ, 1 സാഹിത്യ പഠനം എന്നിവയ്ക്കാണ് ഈ വർഷത്തെ സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. മലയാള നോവലിന്റെ ദേശകാലങ്ങൾ എന്ന സാഹിത്യ പഠനത്തിന് സാഹിത്യകാരൻ EV രാമകൃഷ്ണനും, നീർവഴി പാടും എന്ന നോവലിന് തമിഴ് എഴുത്തുകാരൻ രാജശേഖരനും, ചെറുകഥാ സമാഹാരത്തിന് തെലുങ്ക് എഴുത്തുകാരൻ പതഞ്ജലി ശാസ്ത്രിക്കുമാണ് പുരസ്കാരം. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 31 ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കും. മൻ കി ബാത്തിന്റെ 108ാം പതിപ്പാണിത്. നമോ ആപ്പ്, മൈ ഗോ ഫോറം, ടോൾ ഫ്രീ നമ്പരായ 1800117800 എന്നിവയിലൂടെയും 1922 മിസ് കോൾ ചെയ്ത ശേഷം SMS-ലൂടെയും ജനങ്ങൾക്ക് അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. ഈ വർഷത്തെ മേജർ ധ്യാൻചന്ദ് ഖേൽ രത്നയ്ക്ക് ബാഡ്മിന്റൺ താരങ്ങളായ ചിരാഗ് ഷെട്ടി, സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി എന്നിവർ അർഹരായി. കേരളത്തിൽ നിന്നും കബഡി പരിശീലകൻ E ഭാസ്കരന് ദ്രോണാചാര്യ പുരസ്കാരവും അത്ലറ്റ് ശ്രീശങ്കർ മുരളിക്ക് അർജുന പുരസ്കാരവും ലഭിച്ചു. അടുത്ത മാസം 9 രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള 3ാമത്തെയും അവസാനത്തെയും ഏകദിന ക്രിക്കറ്റ് മത്സരം ഇന്ന് പാളിലെ ബോലാൻഡ് പാർക്കിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 4:30 മത്സരം. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇരു രാജ്യങ്ങളും 1 മത്സരം വീതം ജയിച്ചതിനാൽ 3ാം ഏകദിനത്തിലെ വിജയി ഏകദിന പരമ്പര സ്വന്തമാക്കും. 2018 ദക്ഷിണാഫ്രിക്കയിൽ ഒരു ഏകദിന പരമ്പരയാണ് മാത്രമാണ് ഇന്ത്യയ്ക്ക് ജയിക്കാനായത്. ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിന് കോട്ടയം ജില്ലയിലെ എരുമേലി സൌത്ത്, മണിമല വില്ലേജുകളിലെ 2570 ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നതിന് ഉത്തരവ് പുറപ്പെടുവിച്ചതായി മന്ത്രി കെ രാജൻ. സാമൂഹിക ആഘാത പഠന റിപ്പോർട്ട് പരിശോധിച്ച വിദഗ്ധ സമിതിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ഭൂമി ഏറ്റെടുക്കൽ നടപടികളുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചതെന്ന് മന്ത്രി പറഞ്ഞു. കേരളത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന നവകേരള സദസ്സിന് തിരുവനന്തപുരം ജില്ലയിൽ പ്രൌഢോജ്വല തുടക്കം. വർക്കല ശിവഗിരി മഠം ഓഡിറ്റോറിയത്തിൽ ജില്ലയിലെ ആദ്യ നവകേരള സദസ്സ് നടന്നു. ശ്രീ വി ജോയ് MLA അധ്യക്ഷനായിരുന്ന ചടങ്ങിൽ വർക്കല നഗരസഭ ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. 2024 ഹജ്ജ് തീർത്ഥാടനത്തിന് ഓൺലൈൻ അപേക്ഷാ സമർപ്പണ തീയതി ജനുവരി 15 വരെ നീട്ടിയതായി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. കേരളത്തിൽ ഇതുവരെ 9419 ഓൺലൈൻ അപേക്ഷകളാണ് ലഭിച്ചത്. സപ്ലൈകോയുടെ ഈ വർഷത്തെ ക്രിസ്തുമസ് ന്യൂ ഇയർ ഫെയറുകൾക്ക് ഇന്ന് തുടക്കം. ഫെയറുകളുടെ ഉദ്ഘാടനം രാവിലെ മന്ത്രി GR അനിൽ നിർവഹിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ മേഖലകൾ 2047ഓടെ രാജ്യവികസനത്തിൽ പ്രധാന പങ്കുവഹിക്കുമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഇന്ത്യൻ പീനൽ കോഡിന് പകരമായി 3 ക്രിമിനൽ നിയമ ബില്ലുകൾ ലോക്സഭ പാസാക്കി. പുതിയ കോവിഡ് വകഭേദത്തിനെതിരെ ജാഗ്രത കർശനമാക്കണമെന്ന് സംസ്ഥാനങ്ങളോട് കേന്ദ്രം. കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ യാത്ര കേരളത്തിൽ പുരോഗമിക്കുന്നു. കുടിയേറ്റ നയം കർശനമാക്കി ഫ്രഞ്ച് പാർലമെന്റ്.
ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള മൂന്നാമത്തെയും അവസാനത്തെയും ഏകദിന ക്രിക്കറ്റ് മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.